കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഈ ഷെഡൊക്കെ കോൺക്രീറ്റ് ചെയ്യൂല ഒക്കെ മാന്തിയിട്ട്. ഇപ്പോൾ ഇവിടെയുള്ള ആണുകളൊക്കെ നല്ല പ്രായമുള്ളതാണ്. അപ്പോൾ അവർക്ക് മഴക്കാലെങ്കിലും നനയാണ്ടും വെയിൽ കൊള്ളാണ്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സംവിധാനമാണ്. ഇപ്പോൾ പണ്ടുപോലെയല്ല, ആനകോട്ടൊക്കെ നല്ല വരുമാനമാണ്. ഈ കണ്ട ആൾക്കാരെല്ലാം തമിഴ്നാടും കർണാടക നിന്നാണ് കൂടുതലും വരുന്നത്. കേരളം നിന്ന് ആൾക്കാർ ഏതായാലും നമ്മുടെ ഓണം അങ്ങനെ ക്രിസ്മസ് അങ്ങനെ ആണ് കൂടുതൽ വരുന്നത്. പൊതുവെയും ഞായറാഴ്ചയൊക്കെ ദിവസങ്ങളിൽ ഈ പറയുന്ന സ്ഥലത്തിൽ നിന്നാണ് ആൾക്കാരുടെ വരും. അപ്പോൾ ഇങ്ങനെ ഇൻ്റർലോക്കൊക്കെ നല്ല പോലെ പണ്ട് അങ്ങനെ ഉണ്ടായില്ല, ഇതൊക്കെ ആക്കിയിട്ടുണ്ട് ആനകൾക്ക് വേണ്ടി. ഇതുപോലെ കൂടിപ്പോൾ ഇവിടെ 3 അവിടെയൊക്കെ ഇനിയും ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ആനകൾക്കും ഇങ്ങനെ ഇരിക്കാൻ അത് നല്ലതാണ്, നല്ല സൗകര്യമായിട്ട് വെയിലും ഇല്ലാണ്ട്. പിന്നെ ആനകൾ ഇവിടെ വെക്കുമ്പോൾ അത് അവർക്ക് നല്ല കുടിക്കാനുള്ള വെള്ളവും വെക്കണം. നല്ല വെള്ളവും കുടിച്ച് അങ്ങനെ നിൽക്കാൻ. ഇങ്ങനെ കെട്ടി വെച്ചുള്ളതില്ലേ. അവിടെ ഒരു ആന നല്ല പടയുന്നുണ്ട്, വെള്ളം തുപ്പുന്ന പോലെയൊക്കെ കാട്ടുന്നുണ്ട്. ഇത് നമ്മൾ അടുത്തേത് പോകുന്നത് ഈ ഇവിടെയുള്ള കാവൽ ചെയ്യിലിക്കരവരാണ്. ഇത് വൈറ്റൊക്കെ ഇട്ട് നിൽക്കുന്നത്. ചിലർക്ക് ഭയങ്കര നാവടിയാണ്, നമ്മളെടുക്കേണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവരെ എടുക്കണമെന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഷെഡാണ്. കണ്ട ഷെഡ് ഭയങ്കരമാണ്. അതിന് മേലെ പിള്ളേരുണ്ട്. ഇവിടെ നന്ദനാന ഉണ്ടായിരുന്നു, അവൾക്ക് മതം നൽകിയിട്ടുണ്ടായിരുന്നില്ല, അവനെ കാണാനില്ല. ഇത്രയും മേലെ നമ്മൾ അടുത്തത് ഇവിടെ നിന്ന് അവസാനിക്കുന്ന സുരേഷ് ഗോപിയുടെ ആനയ്ക്ക് വേണ്ടിയാണ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ ആംബുലൻസുകളൊക്കെ ഉള്ളതാണ്.